बच्चों नमस्कार। हमारे अगली कक्षा की ओर जाए, ठीक है। बाकी पिछली सारी कक्षाएं आप समझ सकते हैं, मेरा विश्वास है। മനസ്സിലായി എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ട് ആ ഭാഗങ്ങളിലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ പേഴ്സണലായിട്ട് വിളിച്ചാലും മതി, ചോദിക്കണം കേട്ടോ. ഇനി ബാക്കി നോക്കാം. ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും കൂടി നമുക്കൊന്ന് ജസ്റ്റ് പോകാം. देखिए अगला भाग, गणित के माट साहब सुरेंद्र जी का पीरियड घेलगंडी के बाद आता था। बच्चे उनसे कामते थे और घेलगंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे। तो गणित के माट साहब, गणित माने मैथमेटिक्स, കണക്കിൻ്റെ സാറായ അദ്ദേഹത്തിൻ്റെ പേരെന്താ? गणित के माट साहब का नाम क्या है? सुरेंद्र जी। सुरेंद्र जी माट साहब का पीरियड खेलखंडी के बाद आता था. എപ്പോഴാണ്? ഇന്റർവെൽ. ഖേൽഖണ്ഡി മാനെ ഇന്റർവെൽ, ഇന്റർവെല്ലിന് ശേഷമാണ് വരുന്നത്. ബच्चे उनसे कामते थे, കുട്ടികൾ അദ്ദേഹത്തെ വളരെ ഭയന്നിരുന്നു. और खेलखंडी बंद होने से 2 मिनट पहले ही, ഖേൽഖണ്ഡ് ഇന്റർവെൽ അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ अपनी अपनी जगहों पर आकर बैठ जाते थे, അവരവരുടെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഇരിക്കുമായിരുന്നു. साधारण रूप से बच्चे कैसे व्यवहार करते हैं? खेलखंडी के बाद 2 मिनट भी या 5 मिनट भी लेट होकर कक्षा में आते हैं, लेकिन यहाँ के बच्चे सुरेंद्र जी माट साहब के पीरियड में खेलखंडी बंद होने से पहले ही वहाँ आकर बैठते हैं. क्यों? सुरेंद्र जी माट साहब के सभी बच्चे कामते थे, इसलिए बच्चे लोग क्या करते हैं? खेलखंडी समाप्त होने के 2 मिनट पहले ही अपने कक्षा में आकर बैठ जाते थे. സുരേന്ദർ ജി മാട്ട് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചത്തെ थे. ഇന്റർവെല്ലിന് ശേഷം വരുന്ന ഈ പീരീഡിലാണ് സുരേന്ദർ മാട്ട് സാബ് എന്ത് ചെയ്യുന്നത്? കോപ്പി ജാഞ്ചത്തെ ഹെ, നോട്ട് ബുക്ക് പരിശോധിക്കുന്നത്. ജറാസി ഗൽത്തി പർ, ചെറിയൊരു തെറ്റ് കണ്ടാൽ പോലും ബച്ചോങ്കോ ഇധർ ഉധർ ഫേങ്ക് ദേത്തെ ഹെ, കുട്ടികളെ വലിച്ചെറിയുക, യാ ജാപ്പഡ് മാർനെ ലഗ്തേ ഹെ, ശക്തമായി പ്രഹരിക്കുക ഒക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവ രീതി. ഉൻകാ ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹം അടിക്കാൻ, ഹാത്ത് ചലന അടിക്കാൻ തുടങ്ങുക. അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ രുക്ന ഭൂൽ ജാതാഥ, പിടിച്ചു നിൽക്കുക എന്നുള്ളത്, അതായത് നിന്നു പോവുക, അയാളുടെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളത് മറന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അടി കൊണ്ട് താഴെ വീണു പോകും. അത്രമാത്രം ശക്തമായി കുട്ടികളെ പ്രഹരിക്കുകയും കുട്ടികളെ അവിടെയും ഇവിടെയും ചെറിയൊരു തെറ്റിന് പോലും കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനായിരുന്നു സുരേന്ദർ ജി മാട്ട് സാബ്. एक दिन സുരേന്ദർ ജി മാട്ട് സാബിനെ ബേലാക്കെ ബാലോ മേ പഞ്ചാ ഫസായ. അങ്ങനെ ഒരു ദിവസം സുരേന്ദർ ജി മാട്ട് സാബ് ബേലയുടെ ബാലോമേ പഞ്ചാവസായ, ബാൽ മുടി, മുടിയിലെ പഞ്ചാവസാന എന്ന് പറഞ്ഞാൽ മുടി പിടിക്കുക, മുടി പിടിച്ച് ഇതെടുക്കുക, വേദനിപ്പിക്കുക. पर शायद जिस गलती को पाकर, എന്നാൽ ഷായദ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു പക്ഷേ എന്നൊക്കെയുള്ളൊരു മീനിങ്ങിലാണ്. പക്ഷെ ഇവിടെ എന്തായാലും ജിസ് ഗൽത്തി കോ പാക്കർ, ഏത് തെറ്റാണോ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയത് ഏത് തെറ്റായിരുന്നോ, വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേങ്കിനെ വാലേതേ, ദേഷ്യം കൊണ്ട് വിറച്ചിട്ട് അവളുടെ മുടി പിടിച്ച് അവളെ വലിച്ചെറിയാനായിട്ട് നിന്നത് വഹ് ഗൽത്തി ധീഹി നഹി, ശരിക്കും അത് എന്തായിരുന്നില്ല? ഒരു തെറ്റായിരുന്നില്ല. അധ്യാപകനാണ് അവിടെ തെറ്റുപറ്റിയത്. ബേലയുടെ ഭാഗത്ത് യാതൊരു മിസ്റ്റേക്കും ഉണ്ടായിരുന്നില്ല. ബേലയുടെ നോട്ട്ബുക്ക് ക്ലിയർ ആയിരുന്നു. ഉന്നോനെ ബേലാക്കോ ഛോഡ് ദിയ. അത് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ബേലയുടെ മുടിയിൽ നിന്നും വിടുതൽ നിർത്തും, അല്ലെങ്കിൽ ബേലയെ മോചിപ്പിച്ചു. ഛോഡ് ദിയ. ബേലാക്കെ ഭയഭീത് ചേഹരേക്കോ ദേഖകർ, സാറിൻ്റെ അടുത്ത് നിൽക്കുന്ന ബേലയുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തരവ് ഡർ ഗയാത, സാഹിലും വല്ലാതെ ഭയന്നു പോയിരുന്നു. ഉസ്നെ ദേഖ, അവൻ നോക്കിയപ്പോൾ ബേലാക്കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഹെ, സുരേന്ദർ മാട്ട് സാബ് അവളുടെ മുടിയിൽ നിന്നും പിടിവിട്ടതിന് ശേഷവും അവളുടെ കാലുകൾ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നത് അവൻ കണ്ടെത്തി.
വിറച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ജയ്സെ വ ഖടേ ഖടേ അബി ഗിർ പായേഗി. അത് കണ്ടുകൊണ്ട് നിന്നപ്പോൾ അവളുടെ കാലുകൾ വിറയ്ക്കുന്നത് കണ്ടപ്പോൾ സാഹിലിന് തോന്നിയത് ഇതാണ്, അവൾ ഇപ്പോൾ അവിടെ നിന്ന് ഗിർ ജായേഗി, വീണു പോകും. सुरेंद्र जी माट साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा. സുരേന്ദർജി മാട്ട് സാബ് ആകട്ടെ അവളുടെ കോപ്പിയെ അവളിരിക്കുന്ന സ്ഥലത്തേക്ക് ഫേങ്കത്തെ ഹുയെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ബൈഠ് അപ്നി ജഗഹ് പർ, പോയി നിന്റെ സ്ഥലത്തിരിക്കുക. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് ബഹുത് ഖരാബ് ഹോ ഗയ, ബഹുത് ദുഃഖി ഹോ ജാന. ബേല വളരെ ദുഃഖിതയായി. മാട്ട് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ. അവളുടെ പരാതി അധ്യാപകൻ അവളെ മർദ്ദിച്ചതിലല്ല. മാട്ട് സാബ് ചാഹെ മുझे പീഡ് ലേത്തെ, അധ്യാപകന് വേണമെങ്കിൽ എന്നെ അടിക്കാമായിരുന്നു. പക്ഷെ എന്താണ് എൻ്റെ സങ്കടം, എന്താണ് ബേലയുടെ സങ്കടം? ബേല സാഹിൽ കെ സാമനെ അപ്നെ കാ പീഡ് നഹീം സഹ സക്തെ. തൻ്റെ ആ മർദ്ദനം സാഹിലിൻ്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് അവള് വളരെയധികം ദുഃഖിതയായി. കാരണം എന്താ, വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മഹസൂസ് കർ രഹി ഥി. അവൾ സാഹിലിന്റെ മുമ്പിൽ സ്വയം നാണക്കേട് അനുഭവിച്ചു കൊണ്ടിരുന്നു. ക്യോങ്കി, കാരണം വഹ് ജാൻതി ഥി, അവൾക്കറിയാമായിരുന്നു, വഹ് സാഹിൽ കെ നസർ മേ ബഹുത് അച്ഛി ഹെ. സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ, സാഹിലിൻ്റെ കാഴ്ചയിൽ അവളാണ് ഏറ്റവും നല്ല കുട്ടി എന്ന് അവൾക്കറിയാമായിരുന്നു. ആ ഒരു ധാരണ തിരുത്തപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്താലാണ് അവൾ അധികം വിഷമിച്ചിരുന്നത്. ജബ് വഹ് ഉസ്കെ പാസ് ആകർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. ആ ഒരു വിഷമത്തിൽ അവൻ്റെ അടുത്ത് വന്ന് ഇരുന്നിട്ട് പോലും അവനിലേക്ക് നോക്കാനോ അവനെ ഒന്ന് നോക്കി തൻ്റെ സങ്കടം പറയാനോ അവൾ തയ്യാറായില്ല. കാരണം എന്താണ്, അവളുടെ പേടി മുഴുവൻ സാഹിൽ അവളെ തെറ്റിദ്ധരിക്കുമോ, മോശമായൊരു കുട്ടിയായി അവളെ ചിത്രീകരിക്കുമോ എന്നതായിരുന്നു. നോക്കൂ, ആ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് മിക്കവാറും ഒരു ഡയറി, ബേലയ്ക്കുണ്ടായ അനുഭവം വെച്ചുകൊണ്ട് ഒരു ഡയറി, അതല്ലെങ്കിൽ സംഭാഷണമാണ് എങ്കിൽ बेला और साहिल क्या कहा, अपने घर की ओर जाते हैं. घर जाने पर कक्षा के इस अनुभव को दोनों की बातचीत में आते हैं. ക്ലാസ്സിൽ ഉണ്ടായ ഈ സംഭവത്തെക്കുറിച്ച് അവരുടെ രണ്ടുപേരുടെയും സംഭാഷണത്തിൽ വന്നാൽ വാർത്താലാപ് കിസ് പ്രകാർ ഹോഗ, ആ സംഭാഷണം എപ്രകാരമായിരിക്കും. അതല്ല എങ്കിൽ ഇങ്ങനെ ചോദിക്കാം, മാൻ ലേ ബേല और साहिल अपने अपने घर में पहुंचे. बेला का मुख बहुत खराब हो गया था. उसके मुख देखकर उसकी माँ ने कारण पूछा. അവളുടെ അമ്മ അവളുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട് അവളോട് കാരണം ചോദിച്ചു. മാ और बेला के बीच का वार्तालाप. സെയിം സിറ്റുവേഷൻ തന്നെ സാഹിലിൻ്റെ, സാഹിൽ और अपनी माँ के बीच का वार्तालाप. എല്ലാത്തിൻ്റെയും കണ്ടന്റ് എന്ത് തന്നെയാണ്, സുരേന്ദർ മാട്ട് സാബ് ബേലയുടെ മുടിയിൽ പിടിച്ചതും തെറ്റല്ലാതിരുന്നിട്ട് പോലും മറ്റുള്ള കുട്ടികളിൽ മുമ്പിൽ വെച്ചിട്ട് തൻ്റെ മുടി പിടിക്കപ്പെട്ടതിലുള്ള നാണക്കേട് അനുഭവിക്കേണ്ടി വന്ന ബേലയുടെ മാനസിക വിഷമത്തെയാണ് എല്ലാത്തിൻ്റെയും വിഷയം. ഡയറി ആയാലും ലെറ്റർ ആയാലും. അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നത് ഓരോ സംഭവങ്ങളാണ് കഥയിൽ. പല സംഭവങ്ങൾ ചേർന്നാണല്ലോ കഥ വരുന്നത്. അപ്പോൾ ഓരോ സംഭവങ്ങളെയും അടിസ്ഥാനമാക്കി ഓരോ ഡിസ്കോഴ്സുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. സുരേന്ദർ മാട്ട് സാബ് ബേല और साहिल को किस विषय പഠാത്തെ ഹെ? ഏത് വിഷയമാണ് സുരേന്ദർ മാട്ട് സാബ് ബേലയെയും സാഹിലിനെയും പഠിപ്പിക്കുന്നത്? ഏതാണ്? ഗണിതം. सुरेंद्र माट साहब जैसे अध्यापक को आप चाहते हैं, नहीं तो क्यों? സുരേന്ദർ മാട്ട് സാബിനെ പോലെയുള്ള ഒരു അധ്യാപകനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ട്? കാരണം എന്താണ്? അല്ലെങ്കിൽ അപ്നാ മത് പ്രകട് കരേ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എഴുതൂ ഈ അധ്യാപകനെ കുറിച്ചുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം നിങ്ങളുടെ നിങ്ങളുടെ സോച്ച് എഴുതാൻ വേണ്ടി ചോദിക്കാം. सुरेंद्र माट साहब जैसे अध्यापक बच्चों से प्यारहीन व्यवहार करते हैं. സുരേന്ദർ മാട്ട് സാബിനെ പോലെയുള്ള അധ്യാപകൻ കുട്ടികളോട് സ്നേഹമില്ലാത്ത പെരുമാറ്റം നടത്തുന്ന ആളാണ്. ബच्चे उनसे कामते हैं, കുട്ടികൾ അദ്ദേഹത്തെ ഭയഭീതിയോടെയാണ് കാണുന്നത്. ജറാസി ഗൽത്തി പർ, ചെറിയൊരു തെറ്റ് വന്നാൽ പോലും ബच्चों को इधर उधर फेंकते हैं, കുട്ടികളെ വലിച്ചെറിയുക,
या झापट मारने लगते हैं അല്ലെങ്കിൽ അടിക്കാൻ തുടങ്ങും. इस प्रकार के एक अध्यापक बच्चों के लिए एक अच्छा अध्यापक नहीं है. ഇപ്രകാരമുള്ള ഒരു അധ്യാപകൻ ഒരിക്കലും കുട്ടികൾക്ക് നല്ലൊരു അധ്യാപകനാവില്ല. ഇനി സുരേന്ദർ ജി ने बेला के बालों पर क्यों पंजा फसाया? എന്തുകൊണ്ടാണ് സുരേന്ദർ ജി ബേലയുടെ മുടിയിലേക്ക് മുടി കടന്നു പിടിച്ചത്? കോപ്പി ജാഞ്ചത്തെ സമയം, കോപ്പി പരിശോധിക്കുന്ന സമയത്ത് ഗൽത്തി പാക്കർ, തെറ്റ് കണ്ടിട്ടാണ് ബേലാക്കെ ബാലോ പർ സുരേന്ദർ ജീനെ പഞ്ചാഫസായ, സുരേന്ദർ ജി ബേലയുടെ മുടിയിലേക്ക് പിടിച്ചത്. ജിസ് ഗൽത്തി കോ പാക്കർ ഉन्होंने ऐसा किया था, എന്നാൽ ഏത് തെറ്റാണോ കണ്ടെത്തി അദ്ദേഹം ഇങ്ങനെ ചെയ്തത് വാസ്തവമേ ശരിക്കും ഗൽത്തി ഹി നഹീ ഥി, അതെന്തില്ലായിരുന്നു, തെറ്റേ ആയിരുന്നില്ല. जब वह उसके पास आकर बैठी उससे नजर नहीं पिला पाई क्यों? അവന്റെ അടുത്തേക്ക് വന്നിരുന്നപ്പോൾ അവനെ നോക്കാൻ തന്നെ കഴിഞ്ഞില്ല. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ബേല കെ സംബന്ധ കി ബാത് ഹെ, ഇത് ബേലയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. സുരേന്ദർ മാട്ട് സാബ് ഗൽത്തി ന ഹോനെ പർ ഭി, സുരേന്ദർ മാട്ട് സാബ് ഒരു തെറ്റു ചെയ്യാതിരുന്നിട്ട് പോലും ഉസ്കെ ബാലോം പർ പഞ്ചാ ഫസായ, അവരുടെ മുടി പിടിച്ചു. उसका मन बहुत खराब हो गया, അവൾ വളരെ ദുഃഖിതയായി തീർന്നു. क्योंकि यह सारी बात സാഹിൽ के सामने हुई थी, അവൾ ദുഃഖിതയാകാനുള്ള കാരണം ഇതാണ്, എന്തായിരുന്നു, ഈ മുഴുവൻ കാര്യങ്ങളും സാഹിലിന്റെ മുമ്പിലാണ് നടന്നത്. ബേല സാഹിൽ കോ ബഹുത് ചാഹത്തി थी, ബേല സാഹിലിനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. उसके सामने वो सदैव अपने अच्छा दिखाती है, അവന്റെ മുമ്പിൽ എപ്പോഴും അവൾ തന്നെ നല്ലതാക്കി, നല്ല കുട്ടിയായിട്ടാണ് കാണിച്ചിരുന്നത്. നല്ല കുട്ടിയായിരുന്നു അവന്റെ മുമ്പിൽ എപ്പോഴും. खुद को बहुत शर्मिंदा महसूस कर रही थी, സ്വയം അവൾക്ക് നാണക്കേട് തോന്നി. इसलिए അതുകൊണ്ടാണ് ബേല സാഹിൽ സെ നസർ നഹി മിലാ പായി, ബേല സാഹിലിനെ എന്ത് ചെയ്യാതിരുന്നത്, നോക്കാതിരുന്നത്. इतना कहकर हम अपनी इसी कक्षा को यहाँ समाप्त करते हैं. बच्चों, आप लोगों के लिए मैंने एक क्या काम सौंप दिया था, डायरी लिखने के लिए. किसकी? बेला की. सुरेंद्र मठ साहब की कक्षा में जो घटना हुई है उसके आधार पर बेला की एक दिन की डायरी लिखे. ये था आपका प्रश्न, ठीक है, याद है ना? നിങ്ങൾക്ക് ഞാൻ തന്നിരുന്ന ചോദ്യം എന്ന് പറയുന്നത് സുരേന്ദ്രൻ മാട്ട് സാഹിബിന്റെ പീരീഡിലുണ്ടായ അനുഭവത്തെക്കുറിച്ച് ബേല തന്റെ ഡയറിയിൽ എഴുതുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം പട്കഥ എങ്ങനെ എഴുതുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു, സംഭാഷണം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തത് ഡയറിയിലേക്ക്. ഇപ്പം ഡയറി നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നോട്ട്ബുക്കിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു, എഴുതിയിട്ടുണ്ടാവുമെന്ന്. നിങ്ങളോട് ഞാൻ വാർത്താലാപിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വാർത്താലാപൊക്കെ ബാരേ जो बातें कही गई थी उसके समान डायरी में किन किन बातों की को ध्यान देना चाहिए, डायरी लेखन में किन किन बातों को ध्यान देना चाहिए, या आपकी डायरी में निम्नलिखित विशेषताएं है या नहीं, इसकी जांच करें. ഇതിൻ്റെ അകത്ത് ഈ പ്രത്യേകതകളൊക്കെ ഡയറിയിൽ നിങ്ങൾ എഴുതിയതിൻ്റെ അകത്തുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ബേലയുടെ ഡയറി ധ്യാൻ ദേനേക്ക് ബാത്തെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ആത്മനിഷ്ഠ ഭാഷാ ശൈലി ഹോനേക്ക് ജരൂരത്ത് ഹെ, ആത്മനിഷ്ഠ ഭാഷാ ശൈലി വേണം എന്നുള്ളത് ഡയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ആത്മനിഷ്ഠ ഭാഷാ ശൈലി എന്നത് ഉദ്ദേശിക്കുന്നത് മേ എന്ന, അതായത് ഞാൻ എന്ന പ്രോനൗണും അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങളുമാണ് കർത്താക്കെ രൂപമേ ഹോനാ ഹെ. മേ, मुझको, मुझसे, मुझ पर, मेरा, मेरे, मेरी, ऐसा मैं और मैं के विभिन्न कारक प्रयोगों को, विभक्ति प्रयोगों के साथ मैं का जो रूप है वह इसके कर्ता के रूप में होना है. प्रथम पुरुष सर्वनाम, ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിനെയാണ് മേ എന്ന് പറയുന്നത്. ആ സർവനാമൻ്റെ ആ പ്രോനൗണിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ഡയറിയിൽ എഴുതേണ്ട. കാരണം എന്താ, ഡയറി ഒരാൾ തൻ്റെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് സ്വയം എഴുതുന്നതാണ്. ഖുദ് ഹി ലിഖ്തേ ഹെ, इसलिए उसका कर्ता कौन होना चाहिए, स्वयं मैं, सर्वनाम के रूप या मैं भी
होने की जरूरत है. അങ്ങനെയാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് നോക്കുക. കാരണം ബേലയുടെ ഡയറി എഴുതാൻ പറഞ്ഞാൽ ബേല എന്നുള്ള പേര് ഒരിടത്തും നമ്മൾ സബ്ജക്റ്റായി എഴുതാൻ പാടില്ല. കാരണം ബേല എന്നത് നിങ്ങളാണ്. നിങ്ങളാകുമ്പോൾ നിങ്ങൾ, നമ്മൾ, ഞാൻ, എൻ്റെ, എനിക്ക് എന്നുള്ള രീതിയിലല്ലേ എഴുതുക. അതേപോലെ ബേലയുടെ ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ബേലയായി സങ്കല്പിച്ചുകൊണ്ട് വേണം എഴുതാൻ. അപ്പം മേയുടെ രൂപങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി ഡയറിയിലെ താരീഖ് ഓർ ദിൻ ലിഖ്നാ ഹെ. ഡയറിയിൽ താരീഖ് എന്ന് പറഞ്ഞാൽ ദിനാങ്ക്, ഡേറ്റ് എഴുതണം, ദിവസം എഴുതണം. പെഹലെ എങ്ങനെയാ, അതിനൊരു രീതിയുണ്ട്. ഉസ്കാ ഏക് ക്രം ഹെ. പെഹലെ ദിനാങ്ക്, ആദ്യം എഴുതേണ്ട ഡേറ്റ്. ഉസ്കെ ബാദ്, അതിനുശേഷം മഹീനെ കാ നാം. നിങ്ങൾ എഴുതുന്ന പോലെ ഇപ്പം 20 ജൂണിനാണ് നമ്മൾ ഡയറി എഴുതുന്നതെങ്കിൽ 26 എന്നല്ല എഴുതേണ്ടത്, 20 ജൂൺ എന്ന് തന്നെ മാസത്തിൻ്റെ പേര് പൂർണ്ണമായും എഴുതിയാണ് നമ്മൾ ഡയറിയിൽ ഡേറ്റ് എഴുതേണ്ടത്. അതിനുശേഷം വർഷം, ഈ ഒരു ക്രമത്തിലാണ്. അതായത് ഉദാഹരണം ജയ്സേ എക്സാമ്പിൾ 20 ജൂൺ 2020. കണ്ടോ, ഇതേ രീതിയിലാവണം നിങ്ങൾ ഡയറിയിൽ. അല്ലെ നിങ്ങൾ ഏത് ഡയറി എടുത്ത് നോക്കിക്കൊള്ളൂ, ഡയറിയുടെ മുകളിൽ ഇങ്ങനെയായിരിക്കും ഡേറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് ജിന്ദഗി. എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എഴുതി വെക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് തരുന്ന പ്രസംഗാനുകൂൽ, മുമ്പേ നമ്മൾ വാർത്താലാപിൽ പറഞ്ഞതുപോലും പട്കഥയിൽ പറഞ്ഞതുപോലെയും പറയാനുള്ള ഒരേ കാര്യം ഇതാണ്, പ്രസംഗാനുകൂൽ ഹോനേക്ക് ജരൂരത്ത് ഹെ. സാന്ദർഭികമായിട്ട്, സന്ദർഭത്തിൽ നിങ്ങൾക്ക് തരുന്ന കോണ്ടെക്സ്റ്റ് എന്താണോ അതിലെ വിഷയം മാത്രമാണ് നിങ്ങൾ എവിടെ എഴുതേണ്ടത്, ഡയറിയിൽ എഴുതേണ്ടത്. അപ്പം ജിന്ദഗിക്ക് ഖാസ് ബാത്തെ, ജീവിതത്തിൽ ഉണ്ടായ ഖാസ് വിശേഷപ്പെട്ട കാര്യങ്ങളെയാണ് ഡയറിയിലെ ലിഖ്തേ ഹെ. അല്ലാതെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന രാവിലെ എഴുന്നേറ്റു കുളിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നമ്മളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഏതെങ്കിലും പ്രത്യേകമായ സംഭവങ്ങൾ ഉണ്ടായി എങ്കിൽ അതിനെയാണ് നമ്മൾ എന്തിലേക്ക് കൊണ്ടുപോകേണ്ടത്, ഡയറിയിലേക്ക് കുറിച്ച് വെക്കപ്പെടേണ്ടത്. അപ്പൊ ബേലയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് നമ്മൾ അതിനകത്തെ കോണ്ടെക്സ്റ്റിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ടീച്ചർ നിങ്ങളോട് ആ ഒരു സംഭവത്തെ വെച്ചുകൊണ്ട് ഡയറി എഴുതാൻ ആവശ്യപ്പെട്ടത്. ഇനി സംക്ഷിപ്ത ഹോനേക്ക് ജരൂരത്ത് ഹെ. സംക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ബ്രീഫ് ആകാൻ പാടില്ല. വളരെ എന്താകണം, വളരെ കുറച്ച്, എന്നാൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും വേണം. അതാണ് ഒന്ന്, സംക്ഷിപ്ത ഹോനേക്ക് ജരൂരത്ത് ഹെ. പ്രസംഗാനുകൂൽ ബാത്തേ, അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. കോണ്ടെക്സ്റ്റിനനുസരിച്ചുള്ള, നിങ്ങൾക്ക് തരുന്ന സന്ദർഭത്തിന് അനുസൃതമായ കാര്യങ്ങളാകണം ഡയറിയിൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഏത് കഥാപാത്രങ്ങളെ, ഈ പാഠത്തിനകത്ത് ഏത് കഥാപാത്രങ്ങളെ, ഈ പാഠത്തിലല്ല മുന്നോട്ടുള്ള പാഠങ്ങളിലും ഏത് കഥാപാത്രങ്ങളെ വെച്ചിട്ടും ഡയറി എഴുതാൻ ചോദിക്കാം. ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമേ ഉള്ളൂ. ഡയറിയിൽ എന്തുണ്ടാവണം, ഡേറ്റ് വേണം, മാസത്തിൻ്റെ പേര് പൂർണ്ണമായും വേണം, വർഷം വേണം. ഡയറിയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മേ എന്ന സർവനാമമായിരിക്കണം, അല്ലെങ്കിൽ മേയുടെ രൂപങ്ങൾ. മേക്ക് വിഭക്തി പ്രത്യയം വരുമ്പോൾ ഉണ്ടാകുന്ന രൂപമാറ്റങ്ങളായിരിക്കണം സബ്ജക്റ്റായിട്ട് വരേണ്ടത്. പിന്നെ തരുന്ന കോണ്ടെക്സ്റ്റ് എന്താണോ, സന്ദർഭം എന്താണോ അത് മാത്രമായിരിക്കണം. അതാണ് സംക്ഷിപ്ത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കുറച്ചായിരിക്കണം, ഒരുപാട് ബ്രീഫായി പോകാൻ പാടില്ല. പിന്നെന്താ പറഞ്ഞ നമ്മൾ ഡയറിയിലെ ജിന്ദഗിക്ക് ഖാസ് ബാത്തെ, ജീവിതത്തിലുണ്ടാകുന്ന വിശേഷപ്പെട്ട പ്രത്യേകമായ സംഭവങ്ങളാണ് ഡയറിയിൽ എഴുതപ്പെടുന്നത്. डायरी के बारे में बहुत कुछ जानकारियाँ मैंने आपसे बता दिया है. मेरा विचार है आप लोग समझते हैं डायरी किस प्रकार लिखें. ओके, आप लोग अपनी डायरी और इस नियमों के साथ जांच करें. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഡയറിയും ഈ ഒരു നിയമങ്ങളും കൂടെ ചേർത്തിട്ടൊന്ന് പരിശോധിക്കുക. कैसे किस प्रकार आप अपनी डायरी लिखी है. നിങ്ങൾ നിങ്ങളുടെ ഡയറി എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഉദാഹരണം കാണാം. ഓക്കെ, ധന്യവാദ്. ഡയറി കാ നമൂന, ഡയറിയുടെ ഒരു ഉദാഹരണം. ടീച്ചർ ഒരു നമൂന എക്സാമ്പിൾസ് മാത്രമാണ് കാണിക്കുന്നത്.
ഇതുപോലെ പഠിച്ചു വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്കാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചോളുക. ഈസി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചോളുക. പക്ഷേ നമ്മുടെ നോട്ട്ബുക്കിൻ്റെ അകത്ത് നമ്മൾ ഈ തരുന്ന നോട്ട്സ് കൃത്യമായി ഉണ്ടായിരിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ നോട്ട്ബുക്ക് നിങ്ങളുടെ ചെക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചാർട്ടിലെ ഓരോന്നും എഴുതി കാണിച്ചിരിക്കുന്നത് അതേ ക്രമത്തിൽ തന്നെ, കാരണം പാഠത്തിൻ്റെ ക്രമത്തിലാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരുന്നത്, ആ ക്രമത്തിൽ തന്നെ നോട്ട്ബുക്കിൻ്റെ അകത്ത് എഴുതിയിരിക്കണം. ഓക്കെ, നോക്കൂ, ഡയറി, ബേലയുടെ ഡയറി ടീച്ചർ എഴുതിയിരിക്കുന്നത് നോക്കൂ, 20 ജൂൺ 2020. ഈ ഡേറ്റ് കൊടുക്കുന്നതിനൊന്നും അങ്ങനെ നിങ്ങളൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ ദിവസം കൊടുക്കാം. അതല്ല, നമ്മൾ പഠിക്കുന്നുണ്ട് 1951 की कहानी, 81 का कहानी എന്ന് പഠിക്കുന്നുണ്ട്. 1981 കാലഘട്ടത്തിലെ കഥയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് എഴുതുന്നതിനും കുഴപ്പമില്ല. എന്നാൽ ഇന്ന ഡേറ്റ് തന്നെ ഡേറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് നിർബന്ധം. ശനിവാർ ദിവസം 11 PM, വൈകുന്നേരം എന്നുള്ളതാണ് നമ്മൾ അർത്ഥമാക്കിയിരിക്കുന്നത് സമയം. अभी भी मैं शर्मिंदा हूँ, बेला के मन का विचार है. ഇപ്പോഴും ഞാൻ നാണക്കേടിലാണ്. കക്ഷാ കി ബാത്തേ, ക്ലാസ്സിൽ നടന്ന സംഭവങ്ങൾ യാദോം സേ ദൂർ നഹീ രഹതി ഹൈ, ഓർമ്മയിൽ നിന്ന് അങ്ങോട്ട് മാറുന്നതേ ഇല്ല. കേസാ പമാൻ സഹിനി പടി ആജ്, എങ്ങനെയുള്ള ഒരു അപമാനമാണ് ഇന്ന് എനിക്ക് സഹിക്കേണ്ടി വന്നത്. വോ ബി കോയി കസൂർ കെ ബിന, അതും എങ്ങനെ, യാതൊരു കസൂർ, തെറ്റും ഇല്ലാതെ, ഞാനൊരു തെറ്റും ചെയ്യാതെ എത്രത്തോളം അപമാനമാണ് എനിക്കിന്ന് സഹിക്കേണ്ടി വന്നത്. സുരേന്ദർ മാഡ് സാബ് കെ വ്യവഹാർ സേ പെഹലെ ഹി ഡർ ദാ, സുരേന്ദർ മാഡ് സാബിന്റെ വ്യവഹാർ, പെരുമാറ്റത്തെ ആദ്യം തന്നെ എനിക്ക് ഭയമായിരുന്നു. ഇസ്ലിയെ, അതുകൊണ്ട് ഉൻകെ കോപ്പി പർ ജ്യാദാ ധ്യാൻ ദേത്തി थी, അദ്ദേഹത്തിന്റെ കോപ്പി എഴുതുന്ന കാര്യത്തിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. ധ്യാൻ ദേത്തി थी. മാഡ് സാബ് ചാഹെ മുझे പീഡ് ലേത്തി, സർ എന്നെ വേണമെങ്കിൽ അടിച്ചോട്ടേയിരുന്നു. മഗർ, എന്നാൽ സാഹിൽ കെ സാമനെ നഹീ ഹോനെ ദി, എൻ്റെ വിഷമം എന്താണ്, സാഹിലിന്റെ മുമ്പിൽ വെച്ച് ആവാൻ പാടില്ലായിരുന്നു. സാറല്ലേ, സാർ അടിച്ചോട്ടെ, പക്ഷെ സാഹിലിന്റെ മുമ്പിൽ വെച്ച് ആവാൻ പാടില്ലായിരുന്നു. ക്യോങ്കി, കാരണം മേ സാഹിൽ കി നസറോ മേ, ഞാൻ സാഹിലിന്റെ കാഴ്ചയിൽ ബഹുത് അച്ഛി ഹും, വളരെ നല്ല കുട്ടിയാണ്. ഹേ ഭഗവാൻ, ദൈവമേ, സാഹിൽ മുझे ഗലത് സമझेगा, സാഹിൽ എന്നെ തെറ്റിദ്ധരിക്കുമോ. ജോ ബി ഹോ, എന്തായാലും മേ ഉസ്സേ നസർ നഹീ മിലാ പായി, എന്തായാലും എനിക്ക് അവനെ നോക്കാനേ കഴിഞ്ഞില്ല. ഖുദ് കോ, സ്വയം ഷർമിന്ദ മാൻതി ഹും, നാണം കേട്ട് അനുഭവിച്ചു, അല്ലെങ്കിൽ ഞാൻ അംഗീകരിച്ചു. ഷാം കോ, വൈകുന്നേരം, സ്കൂൾ ചോടത്തെ വക്ത്, സ്കൂളിൽ വിട്ട് വരുമ്പോൾ, വോ മുझे ഖുഷ് കരാനെ की कोशिश भी की थी, അവൻ എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. കോശിഷ് കർണ, ശ്രമിക്കുക. ലേക്കിൻ, എന്നാൽ മേരാ മൻ അശാന്ത് ഹി രഹ ഗയ, എൻ്റെ മനസ്സാകട്ടെ ഒരു സമാധാനവും ഇല്ലാതെ തന്നെ ഇരുന്നു. ഏ ഘടന, ഈ സംഭവം ഭൂൽ നഹീ പാത്തി ഹും, എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഞാൻ ബേല എന്നുള്ള ഒരൊറ്റ വാക്കുകളും ഉപയോഗിച്ചിട്ടില്ല. കണ്ടില്ലേ, എല്ലാം മേ എന്ന സർവനാമത്തിൻ്റെ രൂപങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് അനുസരിച്ചാവണം എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഡയറി എഴുതേണ്ടത്. ആത്മനിഷ്ഠ ഭാഷാ ശൈലി നിർബന്ധമാണ്. കാരണം ഒരാൾ സ്വയം എഴുതുന്നതാണ് ഡയറി, ലെറ്റർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇനി നിങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കോയി സന്ദേഹ ഹേത്തോ മുझसे पूछिए, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ബാക്കി പാഠത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, 10वीं कक्षा के बच्चों, हम अपने वीर बहुटी पाठ के अगले कक्षा की ओर जाते हैं. देखिए, हम कहाँ तक पढ़ा है. हम 3 घटनाओं से हम गुजर गए हैं. पहला, कौन है, बेला और साहिल कस्बे से सड़े खेतों में बीर बहुटियों को खोजा करते हैं. और दूसरे में साहिल और बेला दुकानदार के पास जाकर स्याही पूछते हैं. और तीसरी घटना में साहिल और बेला, क्या सुरेंद्र माड साहब के कक्षा में बेला को बुरा अनुभव मिला है. इसी से शर्मिंदा होकर वे बेला साहिल से नज़र नहीं मिलाकर
बैठती है इतना तक हमने पढ़ा है. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഞാൻ എന്താ നമ്മൾ പഠിച്ചു വന്നത്? ബീർബഹുട്ടിയുടെ 3 സംഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആദ്യത്തെ ഖസ്ബയിലെ അങ്ങാടിയോട് ചേർന്നുള്ള എന്താണ് വയലിലൊക്കെ ബീർബഹുട്ടിയെ അന്വേഷിക്കാനായിട്ട് സാഹിലും ബേലയും കൂടെ പോകുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു പട്കഥയും നമ്മൾ തയ്യാറാക്കി. രണ്ടാമത്തേത് നമ്മൾ ക്ലാസ് വന്നത് ഏത് സംഭവമായിരുന്നു? ദുകാൻദാറിൻ്റെ അടുത്ത് പോയിട്ട് സാഹിലും ബേലയും മഷി ചോദിക്കുന്നതും ഇല്ല എന്ന് പറയുന്നതുമായിട്ടുള്ള സംഭവം. മൂന്നാമത് കഥ പഠിക്കുമ്പോൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. സംഭവങ്ങൾ ഓരോ കോണ്ടെക്സ്റ്റുകളാണ്. ആ സംഭവങ്ങളിൽ ആ ഓരോ കോണ്ടെക്സ്റ്റുകളിൽ നിന്ന് മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കാരണം ആ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ, ഡയറിയും ഡിസ്കോഴ്സ് അങ്ങനെയുള്ളത് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ ഇനിയും അടുത്തത് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? സുരേന്ദ്രൻ മഠ് സാറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഭയഭീതരായിരിക്കുന്നതും ഒരു ദിവസം ബേലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവം അല്ലേ, അതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ബാക്കി देखिए कहाँ है 10वीं पन्ने पर है. देखिए दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बंधी थी. कोई उसे होय 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 सफ़ेद पट्टी कह रहा था तो कोई सुल्ताना डाकू तो कोई कुछ और कहकर चिढ़ा रहा था. तो इसके बाद दीपावली की छुट्टियाँ आती है. ഇതിന് ശേഷം അവർക്ക് ദീപാവലിയുടെ ലീവായിരുന്നു. നമ്മുടെ ഇവിടെ ഓണം വെക്കേഷനൊക്കെ പോലെ തന്നെ അവർക്ക് ഒരു മാസമൊക്കെ ദീപാവലിയുടെ ലീവ് കിട്ടാറുണ്ട്. അപ്പോൾ ദീപാവലി ലീവിന് ശേഷം സ്കൂൾ എപ്പോഴാണോ തുറന്നത് അന്നപ്പം ബേലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ബേലാക്കെ സിർ പർ സഫേദ് പട്ടി ബന്ദീതി, വെള്ള ബാൻഡേഡ് കെട്ടിയിരുന്നു ബേലയുടെ തലയിൽ. കോയി ഉസേ എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും എന്താ നോക്കാം. കോയി ഉസേ ഹോയ് ഹോയ് സഫേദ് പൊട്ടി, അവളെ കണ്ടപ്പോഴേക്കും സ്കൂളിലെ കുറേ കുട്ടികൾ വെള്ള ബാൻഡേജ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളല്ലേ കളിയാക്കിക്കൊണ്ടിരുന്നു. ആ തോ കോയി എന്നാൽ ചിലരാകട്ടെ സുൽത്താന ഡാക്കു എന്ന് വിളിച്ചിട്ടാണ് അവളെ കളിയാക്കിക്കൊണ്ടിരുന്നത്. അവളെ ദേഷ്യം പിടിപ്പിക്കുക, ചിഠാരഹന ദേഷ്യം പിടിപ്പിക്കുക. നോക്കൂ, ഇവിടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബേലാക്കെ സിർ പർ ക്യോം സഫേദ് പട്ടി ബന്ധി ഥി, എന്തുകൊണ്ടാണ് ബേലയുടെ തലയിൽ സഫേദ് പട്ടി വെള്ള ബാൻഡേഡ് ഇടാനുണ്ടായ കാരണം? ക്യോങ്കി ഉസ്കെ സിർ പർ ചോട്ട് ലഗ് ഗയി ഹെ വഹ് ഛത്ത് സെ ഗിർ ഗയി ഥി. ഇനിയാണ് വരുന്ന ഭാഗം കേട്ടോ, ഞാൻ ആദ്യം കാണിച്ചതേ ഉള്ളൂ. ക്യോങ്കി ഉസ്കെ സിർ പർ ചോട്ട് ലഗ് ഗയി ഹെ, അവളുടെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. വഹ് ഛത്ത് സെ ഗിർ ഗയി ഥി, അവൾ ബാൽക്കണിയിൽ നിന്നും വീണതാണ്. ഇനി നോക്കൂ, ഇവളെ വേറൊരു പേരിൽ വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. സുൽത്താന ഡാക്കു എന്ന പേരിൽ വിളിക്കുന്നു. ആരാ ഈ സുൽത്താന ഡാക്കു എന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേജിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് സുൽത്താന ഡാക്കു ആരാണെന്ന് നോക്കാം. സുൽത്താന ഏക്ക് ബഹാദൂർ ഡാക്കു ദ, ഒരു ബഹാദൂർ എന്ന് പറഞ്ഞാൽ ജാലവിദ്യക്കാരനായ ഒരു ഡാക്കു കൊള്ളക്കാരനായിരുന്നു. മായാജാലക്കാരനായ ഒരു കൊള്ളക്കാരനായിരുന്നു സുൽത്താന എന്ന് പറയുന്നത്. ജിസെ പകടന നാമുമക്കിണ്ട, അയാളെ പിടിക്കാനേ കഴിയില്ലായിരുന്നു, സംഭവിക്കത്തില്ലാത്ത കാര്യമായിരുന്നു. അംഗ്രേസ് പോലീസിനെ ഉസെ പകടനേക്ക് ലഗാതാർ കോശിഷ് കി, ബ്രിട്ടീഷ് പോലീസുകാരെ, അന്ന് നമ്മുടെ ഇവിടെ നടന്നത് ബ്രിട്ടീഷ് ഭരണമായിരുന്നു, ആ സമയത്ത് ഇംഗ്ലീഷ് പോലീസുകാർ അദ്ദേഹത്തെ പിടിക്കാനായിട്ട് ഒരുപാട് ശ്രമം നടത്തി. സുൽത്താന ഡാക്കു കാ അപ്നാ ഏക്ക് ഇതിഹാസ് ഹെ, സുൽത്താന ഡാക്കുവിന് തൻ്റേതായ ഒരു ചരിത്രമുണ്ട്. ഉസ് पर एक ഫിലിം भी बनाई गई, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പറയുന്ന ഒരു ഫിലിമും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ജിസ്മേ ധാരാ സിംഗിനെ സുൽത്താന ഡാക്കു കാ കിർദാർ നിഭായ था, അതിൽ ധാരാ സിംഗ് എന്ന് പറയുന്ന സിനിമാ നടനായിരുന്നു സുൽത്താന ഡാക്കുവിൻ്റെ വേഷം അഭിനയിച്ചത്. ഈസ് പാത്ര കെ സർ പർ, എന്തുകൊണ്ടാണ് അവളെ വിളിക്കുന്നതെന്നാണ് പറയുന്നത്. ഈസ് പാത്ര കെ സർ പർ ഹമേശ ഏക് പഗടി ബാന്ധി രഹത്തി ഥി, അയാളുടെ തലയിൽ എപ്പോഴും ഒരു കെട്ടുണ്ടായിരുന്നു. എപ്പോഴും അയാളുടെ തലയിൽ ഒരു കെട്ടുണ്ടാവും. അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ചില ആളുകളുടെ പ്രത്യേക മാനറിസങ്ങൾ, ഇപ്പോൾ മോഹൻലാലിനെ പറയുമ്പോൾ ഇടതുവശം ചരിഞ്ഞ് നടക്കുന്നു നമ്മൾ പറയില്ലേ, അങ്ങനെ ഓരോരുത്തരെയും തിരിച്ചറിയാനുള്ള മാനറിസങ്ങളിൽ പോലെ സുൽത്താന ഡാക്കുവിനെ തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിരുന്നു ഈ തലയിലെ വെള്ളക്കെട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബേല എന്ത് ചെയ്തു? ദീപാവലിയുടെ അവധി കഴിഞ്ഞ് വന്നപ്പോൾ തലയിലൊരു വെള്ളക്കെട്ടുമായിട്ടാണ് വന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു പക്ഷെങ്കിൽ ആ കഥാപാത്രത്തെ ഓർമ്മ വന്ന് കാണും. അതുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്തത്? സുൽത്താന ഡാക്കു എന്ന് വിളിച്ചത്. അത് തന്നെ ടീച്ചർ ചോദ്യമായിട്ട് ഇട്ടിട്ടുണ്ട്.
क्यों बेला के बच्चे ലോഗ് സുൽത്താന ഡാക്കു നാം സെ പുകാര. എന്തുകൊണ്ടാണ് ബേലയെ കുട്ടികൾ സുൽത്താന ഡാക്കു എന്ന പേരിൽ വിളിച്ചത്? സുൽത്താന ഏക ബഹാദൂർ ഡാക്കു ഥ. സുൽത്താന എന്ന് പറയുന്ന ഒരു മായാജാലനക്കാരനായ കൊള്ളക്കാരനായിരുന്നു. ഉൻകി വിശേഷത യഹ്ദി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു കി വേ ഹമേശ ഏക പഗടി ബാന്തി രഹീതി, എപ്പോഴും അയാൾ തലയിൽ ഒരു കെട്ടുമായിട്ടായിരുന്നു, തലപ്പാവുമായിട്ടായിരുന്നു നടന്നിരുന്നത്. ഏഹം ബേല കെ സിർ പർ, ഇവിടെ ബേലയുടെ തലയിലും സഫേദ് പട്ടി ദേക്കുക, വെള്ള ബാൻഡേഡ് കണ്ടിട്ട് ബച്ചോങ്കോ കുട്ടികൾക്ക് സുൽത്താന ഡാക്കു കി യാദ് ആയി ഹോഗി, സുൽത്താന ഡാക്കുവിനെ ഓർമ്മ വന്ന് കാണും. അവർ കണ്ട സിനിമകളിലോ കേട്ട കഥകളിലോ ഒക്കെ. ഇപ്പം നമ്മൾ കായംകുളം കൊച്ചുണ്ണിയെ പോലൊക്കെ ഉള്ള കഥകൾ കേൾക്കുന്നില്ലേ, അതുപോലെ. ഇസ്ലിയെ വേ ഏസാ പുകാര ഹോഗ, അതുകൊണ്ടായിരിക്കാം കുട്ടികൾ സുൽത്താന ഡാക്കു എന്ന് ഈ വെള്ളക്കെട്ടിൻ്റെ ഉപമ വെച്ചിട്ടായിരിക്കാം പറഞ്ഞത്, അവളെ വിളിച്ചത്. നോക്കൂ, എല്ലാവരും കളിയാക്കി എന്ന് പറഞ്ഞു അല്ലേ. എന്നാ നോക്കൂ, ഏ ക്യാ ഹോ ഗയാ ബേല, സാഹിലിനെ പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച. ഇത് എന്ത് പറ്റിയതാ ബേല? സാഹിൽ എങ്ങനെയാ ചോദിച്ചത്? പരേശാൻ ഹോത്തേ ഹുയേ പൂച്ച, പരിഭ്രാന്തിയോടുകൂടി ചോദിച്ചു. ഛത്ത് സേ ഗിർ ഗയി ബേലാനെ ഹസ്തേ ഹുയേ കഹ. എന്നാൽ അതിന് മറുപടി ബേല എങ്ങനെയാണ് പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഛത്ത് സേ ഗിർ ഗയോ, ഞാൻ ബാൽക്കണിയിൽ നിന്ന് വീണതാണ്, ടെറസിൽ നിന്ന് വീണതാണെന്ന്. അവർ കഹ, എന്നിട്ട് പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗയേ, കുറേ ദിവസമായി. ആജ് ഖേൽഘണ്ടി മേ ഗാന്ധി ചൗക്ക് മേ ലങ്കടി ടാങ് കേലെങ്കി. എന്താ ഇന്ന് ഇതിൻ്റെ സമയത്ത്, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമുക്ക് ഗാന്ധി ചൗക്ക്, ഗാന്ധി ചൗക്ക് എന്ന് പറഞ്ഞാൽ ഈ ഉയർത്തിക്കെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിനാണ് ചൗക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി പ്രതിമ വെച്ചിരിക്കുന്ന പ്രത്യേകമായി തിരിച്ചിരിക്കുന്ന സ്ഥലം എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. ലങ്കടി ടാങ്ക് ഖേലെങ്കി, നമുക്ക് ലങ്കടി ടാങ്ക് എന്ന് പറയുന്ന കളി കളിക്കാം. ഇവിടെ കൊക്കി കളിക്കുന്നത് പോലെ നടുവിൽ വട്ടത്തിൽ വൃത്തത്തിൽ എല്ലാ കുട്ടികളും കൂടി നിന്നിട്ട് ഒരാൾ നടുവിൽ എങ്ങനെ കാല് ഞൊണ്ടി കൊക്കി കളിച്ചിട്ട് ഈ വട്ടത്തിൽ നിൽക്കുന്ന ആളിനെ ആരെയെങ്കിലും തൊടുക എന്നുള്ളതാണ് കളിയുടെ ഒരു പ്രത്യേകത. എന്നിട്ട് അവരിങ്ങനെ തൊടാതിരിക്കാനായിട്ട് ശ്രമിക്കും, തൊടുന്നവർ ഔട്ടാവും എന്നുള്ളതാണ് ആ കളി. അപ്പം അങ്ങനെയുള്ള കളി കളിക്കാമെന്ന് ബേല സാഹിലിനോട് ആവശ്യപ്പെട്ടു. നഹീം ഖേലെങ്കി തെരെ സിർ മേ ഫിർ സേ ലഗ് ജായേഗി തോ. പക്ഷേ സാഹിൽ അത് സമ്മതിച്ചില്ല. വേണ്ട വേണ്ട, എന്താ തെരെ സിർ മേ, നിന്റെ തലയിൽ ഫിർ സേ വീണ്ടും ലഗ് ജായേഗി തോ, ഉണ്ടായാലോ, എന്തുണ്ടായാൽ? ചോട്ട് ലഗ് ജായേഗി തോ, മുറിവുണ്ടായാലോ. സാഹിലിൻ്റെ പരിഭ്രമം അതായിരുന്നു. അപ്പം ഈ ഡയലോഗ് വരുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ പട്കഥ എഴുതി നോക്കുക കേട്ടോ. പട്കഥയുടെ കോണ്ടെക്സ്റ്റുകളായിട്ട് എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇനി നഹി ലഗേഗി ബേലാനെ ജിദ്ക്കി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബേല ജിദ്ക്കി, ജിദ് കർണ ശാഠ്യം പിടിക്കുക, ശാഠ്യം പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक की बालू में पूरी खेल गंडी लंगड़ी टांग खेले. അവർ ഹമേശാക്കി തര, എപ്പോഴത്തെയും പോലെ സാരേ ബച്ചോങ്കെ സാത്ത്, മറ്റു കുട്ടികളോടൊപ്പം, എല്ലാ കുട്ടികളോടുമൊപ്പം ഗാന്ധി ചൗക്ക് ബാലുമേ, ഗാന്ധി ചൗക്കിലെ ബാലു മണലിൽ എന്ത് ചെയ്തു? പൂരി ഖേൽഗണ്ടി, ഇൻ്റർവെല്ലിൻ്റെ സമയം മുഴുവൻ ലങ്കടി ടാങ്ക് ഖേലെ, എന്ത് ചെയ്തു? കൊക്കി കളിച്ചു. ഇൻ ബച്ചോങ്കോ അപ്നെ ചാരോ മോർ ഖേൽത്തെ ദേഖുകർ, ഈ കുട്ടികൾ തൻ്റെ ചുറ്റിനും ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ മൂർത്തി പോലും ഏസി ദിഖായി പെട്ടി, ഇങ്ങനെ കാണാൻ കഴിഞ്ഞു. ജയസേ, എങ്ങനെയാണ്? സമയസേ, മറ്റുള്ള സമയത്തേക്കാളും കുറച്ചധികമായി മുസ്കുരാ രഹിയോ, ആ മൂർത്തിക്ക്, ആ പ്രതിമയ്ക്ക് ഒരു പുഞ്ചിരി ഉള്ളതുപോലെയാണ് തോന്നിയത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇൻ ബച്ചോങ്കോ അപ്നെ ചാരും, ആ കൊട്ടേഷൻ അതുപോലെ കൊടുത്തിരിക്കുകയാണ്. ഈ കുട്ടികൾ തൻ്റെ ചുറ്റിനും ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് ഗാന്ധി പ്രതിമയിൽ ഇങ്ങനെ തോന്നി. എങ്ങനെ? മറ്റുള്ള സമയത്തെ അപേക്ഷിച്ച് അദ്ദേഹത്തിന് ആ പുഞ്ചിരി കൂടുതലാണോ എന്ന് തോന്നി. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇതിൻ്റെ അർത്ഥം എന്താണ് നോക്കൂ. ബച്ചോं के खेल, ബച്ചോं के खेल, ഖേൽകൂദ്, കുട്ടികളുടെ കളികൾ സഭീക്കെ മൻ കോ ആകർഷിത് കർത്തേ, എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്നതാണ് കുട്ടികളുടെ കളി എന്ന് പറയുന്നത്. ക്യോങ്കി, കാരണം ഉൻകാ ഹസി ഖേൽമേ, അവരുടെ ഉൻകെ ഹസി ഖേൽമേ കേട്ടോ, ഉൻകാ അല്ല, ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഉൻകെ ഹസി ഖേൽമേ, അവരുടെ എന്താണ് കളിച്ചിരിയിൽ നിരീഹതാഹെ, നിഷ്കളങ്കതയുണ്ട്.
ബാപ്പുജി ബച്ചോം സെ പ്യാർ കർത്തേ थे. ബാപ്പുജി എങ്ങനെയുള്ള ആളായിരുന്നു? കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു. മൂർത്തി ഹോനെ പർ ഭി, പ്രതിമയായിട്ട് പോലും ഇൻ ബച്ചോ കെ ഖേൽ സെ, ഈ കുട്ടികളുടെ കളികളാൽ വേ ഖുഷ് ഹുയേ ഹോങ്കെ, അദ്ദേഹം സന്തുഷ്ടനായി കാണും. ഇസ്ലിയെ കഹാനിക്കാർ ऐसा വർണ്ണൻ കിയാ ഹോഗ, അതുകൊണ്ടായിരിക്കും കഥാകൃത്ത് ഇങ്ങനെ അതിനെ വർണ്ണിക്കാൻ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇത്രയുമാണ് നമ്മളുടെ ഓരോ ചെറിയ ചെറിയ പാർട്ടായിട്ട് വീഡിയോ എടുക്കാൻ കഴിയുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ വരെ ഞാൻ 3 ചോദ്യമാണ് ആകെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൂടാതെ പാഠവും ഇത്രയുമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങളോട് ഞാനൊരു വർക്ക് ഇവിടെ പറഞ്ഞു. ഡയലോഗുള്ള കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? പട്കഥയുടെ ഭാഗം എഴുതി നോക്കണം. എല്ലാ കോണ്ടെക്സ്റ്റുകളും വെച്ചിട്ട് ടീച്ചർക്ക് പട്കഥ എല്ലാം തരിക, എല്ലാ ഡയറിയും തരിക, എല്ലാ ലെറ്ററുകളും തരിക, അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ ബീർബകൂട്ടി പാഠം കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വർഷം മുഴുവൻ നിൽക്കേണ്ടി വരും. കാരണം അതിന് മാത്രം നമുക്ക് ഡിസ്കോഴ്സുകൾ പല ഭാഗങ്ങളിൽ നിന്ന് എടുക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എഴുതാൻ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എഴുതി നോക്കുക. ഓരോ അസൈൻമെൻറ്റുകളും ചെയ്ത് നോക്കുക. ഓക്കെ, बच्चों अगली कक्षा की ओर हम जाते हैं. देखिए, रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर झूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. रविवार का दिन, रविवार अदा ഞായറാഴ്ച, രവിവാർ होने के कारण छुट्टी है അല്ലേ, അവധിയാണ്. സാഹിൽ എന്താ ചെയ്യുന്നത്? അപ്പനെ ഘർമേ, തൻ്റെ വീട്ടിൽ നീം കെ പേട് കി ഡാലി പകട്കർ, ഒരു വേപ്പ് മരത്തിൻ്റെ നീം കാ പേട്, വേപ്പ് മരം, ആര്യവേപ്പിൻ്റെ മരം കേട്ടോ, വേപ്പ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ട്, ഡാലി പകടന കൊമ്പ് പിടിക്കുക, ജൂം രഹാദ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഹേക്ക് സ്റ്റൂൾ പെർ ചട്കർ ജൂൽത്താത, അവനൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇങ്ങനെ കമ്പയിലോട്ട് എത്തിപ്പിടിച്ച് ആടിക്കൊണ്ട് നിന്നത്. ജൂൽന ആടുക. അചാനക് ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ, പെട്ടെന്നാണ് ആ സ്റ്റൂൾ പൊട്ടിയിട്ട് അതിൻ്റെ ഒരു കീൽ ആണി സാഹിൽക്ക് പിണ്ടലിമേ ലഗുകയി, സാഹിലിൻ്റെ പിണ്ടലി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പുറം ഭാഗത്തുള്ള മസിൽ പാർട്ടിനെയാണ് പിണ്ടലി എന്ന് പറയുന്നത്. കാലും മുട്ടിന് താഴെയായിട്ട് കണങ്കാലിന് മുകളിലായിട്ട് വരുന്ന ഭാഗം, കണങ്കാലിന് ഏറ്റവും താഴെയായി വരുന്ന ഭാഗം. ലഗുകയി, അവിടെ എന്ത് പറ്റി? പിണ്ടലിമേ ലഗുകയി, ആ ആണി അവിടേക്ക് വന്ന് തറച്ചു കയറി. 1 ഇഞ്ച്, 1 ഇഞ്ച് ആഴത്തിൽ, ഗഹര ആഴത്തിൽ, ഗഡ്ഡാ ഹോഗയ കുഴിയായി ആ ആണി തറച്ചിട്ട്. उसे सरकारी अस्पताल में पट्टी बंधवाने के लिए ले जाया गया. അവനെ എവിടേക്ക് കൊണ്ടുപോയി? സർക്കാരി അസ്പതാൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക്. പട്ടി ബന്ധുവാനെ മുറിവ് വെച്ചിട്ട് നമ്മൾ മുമ്പേ കണ്ടില്ലേ? പട്ടി ബന്ധുവാനെ കേലിയെ ലേ ജായാ ഗയ, കൊണ്ടുപോയി. ലേ ജാന കൊണ്ടുപോവുക, ലേ ജായാ ഗയ കൊണ്ടുപോയി, പാസ്റ്റ് ടെൻസ്. ഉസ്നെ ദേഖ കി 2 ലോഗോं को छोड़कर, അവൻ നോക്കിയപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താണ്? 2 ലോഗോं को छोड़कर, മുന്നിൽ ഇങ്ങനെ ലൈൻ നിൽക്കുകയാണ്, 2 ആളുകൾക്ക് മുമ്പിലായിട്ട്. ചോടുക്കർ, അവരെ ഒഴിവാക്കിയാൽ ആകെ ബേല ഖടി ഹെ, മുമ്പിലായിട്ട് ആര് നിൽപ്പുണ്ട്? ബേല നിൽപ്പുണ്ട്. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ, അവളും തൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനായിട്ട് വന്നതാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹുയേ ഓർ കക്ഷാമേ കൈ ദിനോ തക്ക്, സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുമ്പോഴും ക്ലാസ്സിലും കുറേ ദിവസങ്ങളിലേക്ക് 2 ऐसे बच्चे दिखाई देते रहे, ഇങ്ങനെ 2 പ്രത്യേകതയുള്ള കുട്ടികളെ കാണാൻ കഴിഞ്ഞു എല്ലാവർക്കും. എങ്ങനെയുള്ള? ജിൻമേസെ ഏക കെ സിർ പർ പട്ടി ബന്ദി ഹോത്തി, അതിൽ ഒരാളുടെ തലയിലായിരുന്നു ബാൻഡേജ് കിട്ടിയിരുന്നെങ്കിൽ, ഓർ ഏക കി പിണ്ടലിമേ, മറ്റേ ആളുടെ കാലിലായിരുന്നു. സഫേദ് പട്ടി വാലെ ഏ ദോനോ കഹീം ബർബി സാത്ത് ഹി ദിഖായി ദേത്തെ, വെള്ള ബാൻഡേഡ് കെട്ടിവന്ന ഈ 2 കുട്ടികളെയും എല്ലായിടത്തും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ സ്കൂളിലെ പല കുട്ടികൾക്കും മുറിവേൽക്കുന്നുണ്ട്, പല കുട്ടികളും മുറിവ് വെച്ചിട്ട് വരുന്നതൊക്കെ ഉണ്ട് അല്ലേ? പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു? ബേലെ സാഹിലും ഹമേശ ഏക് സാത്ത് ചലത്തെ രഹത്തെ ഹെ,
स्कूल आते जाते समय, कक्षा में बैठते समय, पानी पीने के जाते समय, पुस्तक पढ़ते समय, खेल खंडी में खेल कूद करते समय हमेशा दोनों एक साथ रहते हैं. രണ്ടുപേരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ ഇവരെ നോട്ട് ചെയ്യുമായിരുന്നു. എന്തുകൊണ്ട്? ഒരാളുടെ തലയിലും പഴുതുണ്ട്, ബാൻഡേജ് ഉണ്ട്, മറ്റേ ആളുടെ കാലിലും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടീച്ചർ 2 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നോക്കുക. സാഹിൽ കോ കഹാൻ ചോട്ട് ലഗ് ഗയി. സാഹിലിന് എവിടെയാണ് മുറിവേറ്റത്? എവിടെയാ? അപ്നി പിണ്ടലിമേ. സാഹിൽ കോ കേസേ ചോട്ട് ലഗ് ഗയി. സാഹിലിന് എങ്ങനെയാണ് മുറിവേറ്റത്? രവിവാർ കാ ദിൻ ഥാ. ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ നീം കെ പേട് കി ഡാലി പകഡ്കർ. സാഹില് വേപ്പ് മരത്തിൻ്റെ കൊമ്പ് പിടിച്ചിട്ട് ജൂം രഹാദ ആടുകയായിരുന്നു. വഹേക്ക് സ്റ്റൂൾ പെർ ചട്കർ. അവനൊരു സ്റ്റൂളിൽ കയറി നിന്നിട്ടായിരുന്നു കളിച്ചുകൊണ്ട് നിന്നത്. ടൂട്ടേ സ്റ്റൂൾ കാ കീൽ. പൊട്ടിയ സ്റ്റൂളിൻ്റെ ഈ ആണി ഉസ്കി പിണ്ടലീമേ ലഗുകയി. അവൻ്റെ കാലിൽ തറച്ചു. അങ്ങനെയാണ് അവന് മുറിവുണ്ടായത്. ഇനി അടുത്ത നോക്കാം. സാഹിൽ ഓർ ബേല കഹാം പെർ ജാ മിൽത്തേ ഹെ. സാഹിലും ബേലയും എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? മുട്ടുന്നത് എവിടെ വെച്ചാ? അസ്പതാൽമേ, സർക്കാരി അസ്പതാൽമേ അല്ലേ? രണ്ടുപേരും കണ്ടുമുട്ടിയത് സർക്കാരി ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഇനി നോക്കൂ മക്കളെ, ഇവിടെയുമുണ്ട് ഡയലോഗിനുള്ള ചാൻസ്. അപ്പം ഇവിടെ നിന്നൊരു സംഭാഷണം എഴുതാൻ. അതല്ലെങ്കിൽ മാനിലെ സാഹിൽ സർക്കാരി अस्पताल जाते समय बेला को मिला. उसकी खुशी वह अपनी डायरी में लिखा. वो डायरी तैयार करें. മനസ്സിലായില്ലേ? എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ സെറ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ ഓരോ കോണ്ടെക്സ്റ്റുകൾ ഞാനിങ്ങനെ ഓരോന്നും ഓരോ സംഭവങ്ങളാക്കി എടുക്കാനുള്ള കാരണം നിങ്ങൾ ആ സംഭവം കറക്റ്റായി ഇൻറ്റേർണലൈസ് ചെയ്യാനും ആ ഇൻറ്റേർണലൈസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന് ഏത് വൺ വേർഡ് ക്വസ്റ്റ്യൻ വന്നാലും ഡിസ്കോഴ്സ് ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും വിശ്ലേഷണാത്മക പ്രശ്നം അതായത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ സഹായകമാകണം എന്നുള്ള രീതിയിലാണ് ഇത്രയും സ്ലോ ആയിട്ട് ഞാൻ പാഠം എടുത്തു പോകുന്നത്. ഓക്കെ.